തീർച്ചയായിട്ടും പറയാം. പക്ഷെ നെടുമങ്ങാട് ഉണ്ടായ റോഡ് അപകടം ടോറസ് ലോറിയുടെ അമിത വേഗത ഉണ്ടാകാം. പക്ഷേ ആ ടൂ വീലർ ഓടിച്ച ആള് റോഡിന് കുറുകെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, റോഡിന്റെ ഇരുവശവും ശ്രദ്ധിച്ചു നോക്കി വാഹനങ്ങളുടെ വേഗത കുറഞ്ഞ വാഹനങ്ങൾ വരുമ്പോൾ മാത്രമാണ് റോഡ് മുറിച്ച് കടക്കേണ്ടത്. അത് നമ്മൾ കാൽനടക്കാർ ചെയ്യുന്ന പോലെ തന്നെയാണ്. ടൂ വീലർ വേഗത എടുത്തില്ലല്ലോ, ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് എടുക്കാൻ പാടില്ല. കാര്യം ഈ അമിത വേഗത്തിലുള്ള ലോറികളോ മറ്റു വാഹനങ്ങളോ എമർജൻസി ആംബുലൻസോ ഒക്കെ റോഡിലൂടെ പാഞ്ഞു പോകും. പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഒന്ന് നിർത്തി ഇരുവശവും നോക്കിക്കൊണ്ട് വേണം. പ്രത്യേകിച്ച് ടൂ വീലർ അപകടങ്ങൾ കുത്തനെ കൂടിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ടൂ വീലർ ഓടിക്കുന്നവരാണ്. ടോറസിന്റെ അമിത വേഗത നമുക്ക് നിയന്ത്രിക്കാം, പക്ഷേ ടൂ വീലർ ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വാഹനങ്ങൾ പാഞ്ഞു വരും, നമ്മുടെ ശരീരത്തിൽ കയറും എന്ന ഒരു സുരക്ഷാ ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ആ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ടോറസ് ലോറികളുടെ വേഗത നമ്മൾ ഒരു കുപ്രസിദ്ധി ആർജിച്ച വർഗമാണ്. ഈ കരിങ്കൽ കയറ്റി കൊണ്ടുപോകുന്ന ലോറികൾ ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ സംസ്ഥാനത്തെ പാതയിലൂടെ അമിത വേഗത്തിലും അമിത ലോഡ്, അതിന്റെ ഭാരം അമിതമായിട്ടും ഓവർലോഡ് കയറ്റിക്കൊണ്ടാണ് ഈ പായുന്നത്. അപ്പൊ ചില സമയത്ത് ഇപ്പൊ ആ വണ്ടി കണ്ടിട്ട് അത് എനിക്ക് തോന്നുന്നത് കാലിവണ്ടിയാണ്, ലോഡ് കയറ്റാൻ വേണ്ടി പോകുന്നതായിരിക്കും. എന്നാലും ഇത്തരം വാഹനങ്ങളുടെ കുതിരശക്തി വളരെ കൂടുതലാണ്. അത് ഓടിക്കുന്ന ഡ്രൈവർമാർ റെക്ലെസ് ആയിട്ടാണ് ഓടിക്കുന്നത്. പലരും ഈ മരുന്ന് സാധനങ്ങൾ, മയക്കുമരുന്ന് സാധനങ്ങൾ വെച്ചിട്ട് കഴിച്ചിട്ട് ഓടിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ആ ടൂ വീലർ ഓടിച്ച സഹോദരൻ അപകടത്തിൽ പെടില്ലായിരുന്നു. അദ്ദേഹം ഒന്ന് നിർത്തി രണ്ടു വശം നോക്കി റോഡ് ക്രോസ് ചെയ്യുക. രണ്ട് ലൈനാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഇടതുവശത്തുനിന്ന് വരുന്ന വാഹനങ്ങളും വലതുവശത്തുനിന്ന് വരുന്ന വാഹനങ്ങളും വ്യക്തമായിട്ട് കണ്ടിട്ട് മാത്രം സുരക്ഷാ ബോധം ഉറപ്പാക്കിക്കൊണ്ട് മാത്രം പോകേണ്ടിയിരുന്നു. എന്തായാലും നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അദ്ദേഹം ഈസ് നോ മോർ. അതെ, ഇപ്പോൾ ടോറസ് ലോറി ഇടിച്ചെന്നുള്ള ഒരു അപകടമുണ്ടായത് ഒരു ബൈക്ക് യാത്രികന്റെ പിറകിൽ ടോറസ് ഇടിക്കുകയും വീണ് ടോറസ് ഈ ഒരു യാത്രക്കാരന്റെ മുകളിലൂടെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പീഡ്, അതും പകൽ സമയത്താണ് ഈ അപകടങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ്. അതും കഷ്ടമാണ്. കാര്യം ടൂ വീലർ ഓടിക്കുന്ന ആൾക്കാര് വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തൊട്ടു പിന്നാലെ വരുന്ന വാഹനങ്ങളുടെ ബ്ലൈൻഡ് സോണിലാണ് അവര്. കാര്യം ടോറസ് ലോറിയുടെ ഡ്രൈവിംഗ് സീറ്റും ഫ്രണ്ടിലെ വിൻഷീൽഡും ഏകദേശം 8 അടിയോളം പൊക്കത്തിലാണ് അവരിയ്ക്കുന്നത്. ടൂ വീലർ ഓടിക്കുന്ന ആൾ തൊട്ട് പിന്നിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കണം. നമ്മുടെ ടൂ വീലർ ഓടിക്കുന്നവരുടെ ശ്രദ്ധ വേണ്ടത് റിയർ വ്യൂ മിറർ, അത് നമ്മുടെ ഹാൻഡിലുമേ വെച്ചേക്കുന്ന മിറർ ശ്രദ്ധിക്കണം. കഴിവത് ഇടതുവശം ചേർന്ന് അത്തരം ഭാരവാഹനങ്ങൾ അമിത വേഗത്തിൽ വരുന്നത് കടന്നു പോകട്ടെ എന്ന് നാം സൈഡ് കൊടുത്ത് അതങ്ങ് പോകട്ടെ. ഞാനിപ്പോ റോഡിൽ കാണുന്ന മിക്കത് ടൂ വീലറുകളും റോഡിന്റെ ഒത്ത നടുവിലൂടെ ഓടിക്കുള്ളൂ. ഇടതുവശത്ത് അവർക്ക് എന്തുമാത്രം സ്പേസ് കിടന്നാലും അത് ഉപയോഗിക്കില്ല. അവര് റോഡിന്റെ മധ്യത്തിലൂടെ ഓടിക്കുമ്പോഴാണ് പിന്നിന്ന് പാഞ്ഞു വരുന്ന വണ്ടികളുടെ അടിയിൽപ്പെട്ട് മരിക്കുന്നത്. അതിപ്പോ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കായാലും അവർക്ക് മനസ്സിലാവും. കാര്യം ഇടതുവശം കീപ് ലെഫ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ പോലീസ് ആക്ടിൽ തന്നെ പറയുന്നത്. അപ്പോ ഒന്ന് നാം ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരോടും കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്, ഈ റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഡ്രൈവർമാർക്ക് കാര്യമായ ഒരു ശിക്ഷയും കൊടുക്കുന്നില്ല. അയാള് കൂളായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സ്വന്തം ജാമ്യത്തിൽ ഇറങ്ങി വീട്ടിൽ പോകും. അങ്ങനല്ലല്ലോ, ഒരു ജീവൻ ബലിയർപ്പിച്ചു, അത് അയാളുടെ കുറ്റം കൊണ്ടൊരു അപകട മരണം ഉണ്ടായാൽ വിദേശ നാടുകളിലുള്ള മാതിരി കുറ്റമാടാന്ന് കണ്ടുപിടിച്ചാൽ കഠിനമായ ജയിൽ ശിക്ഷ കൊടുക്കാനുള്ള വ്യവസ്ഥ നമ്മുടെ ജുഡീഷ്യറിയിൽ ഉണ്ടാകേണ്ടതാണ്. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ശിക്ഷ ഇല്ലാത്ത മൂലമാണ് ഈ റോഡ് അപകടങ്ങൾ കുത്തനെ കൂടുന്നത്. തീർച്ചയായും ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരണം സംഭവിച്ചാൽ പോലും കേസ് എടുക്കുക, അല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും തരത്തിലൊരു നഷ്ടപരിഹാരം നൽകി അതങ്ങോട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇപ്പോൾ അധികവും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു അപകടം നടന്നിരിക്കുന്നത് കണ്ണൂരിലാണ്. ഒരു കാറാണ് ഇപ്പോൾ ഓട്ടോയിലും ബൈക്കിലും ഇടിച്ച് ഓട്ടോ യാത്രക്കാരി മരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ബൈക്ക് യാത്രികൻ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്, വെള്ളമടിച്ച് വാഹനം ഓടിച്ച 4 യുവാക്കളാണ്. ആദ്യ സാലറി ലഭിച്ചതോടെ ചെലവ് ചെയ്ത് വെള്ളമടിച്ച് മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിച്ച് ഉണ്ടാക്കിയൊരു അപകടമാണ് ഇത്. പലതവണ അല്ലെങ്കിൽ
ആളുകൾക്ക് ഇത് അറിയാത്തതല്ല, മദ്യപിച്ച് വാഹനം ഓടിക്കരുത്, അതും ഇത്രയും സ്പീഡിൽ ഓടിക്കരുത് എന്നുള്ളത്. എന്നിട്ടും ഒരു ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് വളരെയധികം വിഷമകരമായ ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും. കാര്യം നമ്മളിത് ഈ ദുഃഖവാർത്ത നമ്മൾ ഇപ്പൊ ടെലിവിഷനിലൂടെ പ്രേക്ഷകരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്രയോ ബാറുകളിൽ, എത്രയോ മദ്യശാലകളിൽ, എത്രയോ മദ്യപകാരന്മാരിങ്ങനെ മദ്യപിച്ചിട്ട് സ്വന്തം കാറ് അല്ലെ 2 വീലർ എടുത്ത് പൊതുനിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവര് ചിന്തിക്കുന്നില്ല അവര് മൂലം മറ്റൊരു അപകടം ഉണ്ടാവും. ചിലപ്പോൾ അവർക്ക് തന്നെ അപകട സാധ്യത ഉണ്ടെന്നുള്ളത് മാനിക്കില്ല. കാര്യം മദ്യം എന്ന് പറയുന്ന വിഷം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു വല്ലാത്ത ഒരു അഹങ്കാരവും വല്ലാത്ത ഒരു റിസ്ക് എടുക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകുകയാണ്. അതാണ് ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ അവർക്ക് സകല ബോധവും നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അവർക്ക് അസാമാന്യ ധൈര്യം വരുന്നുണ്ട്. ആ ഒരു അസാമാന്യ ധൈര്യമാണ് ആ 2 വീലർ കാർ ഓടിച്ചു പോയിട്ട് 4 സുഹൃത്തും കൂടെ പോയിട്ട് ഒരു പാവപ്പെട്ട നിരപരാധിയ ലേഡിയെ കൊന്നു, മറ്റൊരു ബൈക്കുകാരനെ ഇടിച്ചു, അയാൾ ഗുരുതരമായ അവസ്ഥയിലായി. അപ്പൊ മദ്യപിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ മദ്യപിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു വാഹനത്തിലും യാത്ര ചെയ്യരുത്. നിങ്ങൾ മദ്യപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യേണ്ടതിന് ഒരു 4 മണിക്കൂറെങ്കിലും കഴിയാതെ ഡ്രൈവ് ചെയ്യാൻ പാടില്ല. കാര്യം വണ്ടിക്കകത്ത് എയർ കണ്ടീഷനിങ് ഉണ്ട്, അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള കാറ്റ് വരുമ്പം ഈ മദ്യത്തിന്റെ നമ്മളുടെ ആ ഒരു കഴിവ് ഇരട്ടിയാക്കും. അതൊന്ന്. 2, ഈ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവർക്ക് ഉള്ള ശിക്ഷ MV 185 എന്നുള്ള സെക്ഷൻ മാത്രമാണ്. അത് പോരാ. ഉറപ്പായിട്ട് അവർക്ക് ജയിൽ ശിക്ഷ കൊടുക്കാനുള്ള നിയമവ്യവസ്ഥ ഉണ്ടാകണം. അത് ഇന്ത്യയിൽ ഇല്ല. അതുണ്ടായേ മതിയാവൂ. കൂടാതെ ഇനി മേലിൽ ഉണ്ടാക്കുന്ന എല്ലാ വാഹനങ്ങളിലും സ്റ്റിയറിംഗിന്റെ എയർ ബാഗ് വെക്കുന്ന അതേ സ്ഥലത്ത് തന്നെ ഒരു ആൾക്കോമീറ്റർ ഘടിപ്പിക്കാവുന്നതാണ്. ജപ്പാനിലൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോ വണ്ടി സ്റ്റാർട്ടാകില്ല. ഈ മദ്യപിച്ച് ഡ്രൈവ് ചെയ്യാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മദ്യപന്റെ ഉച്ഛ്വാസവായുവിൽ നിന്ന് ആൾക്കോമീറ്റർ വർക്ക് ചെയ്യുകയും അത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ തടയുകയും ചെയ്യും. അങ്ങനെ നമ്മളിപ്പോ വണ്ടിക്ക് ഒരുപാട് പുതിയ ഫിറ്റിംഗ്സ് ഉണ്ട്. എയർ ബാഗ് ഉണ്ട്, ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്, ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. അതിലൊരു സെൻസർ ആൾക്കോമീറ്റർ ഘടിപ്പിച്ചതായിരിക്കണം. അത് ഇഗ്നിഷൻ സ്വിച്ചിനെ നമ്മൾ എത്ര സ്റ്റാർട്ട് ചെയ്താലും വണ്ടി സ്റ്റാർട്ട് ആകാത്ത രീതിയിലേക്ക് ജപ്പാനിൽ അവർ പരീക്ഷിച്ചിട്ടുണ്ട്. അത് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും കൂടെ വന്നു കഴിഞ്ഞാൽ റോഡ് അപകടങ്ങൾ, മരണങ്ങൾ ഒരു 10% അപകടമെങ്കിലും നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, തീർച്ചയായും. പിന്നെ വേറൊരു അപകടം നടന്നിരിക്കുന്നത് ഒരു കൗതുകകരമായ വാർത്തയാണെങ്കിൽ പോലും അത് വളരെയധികം അപകടകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ബസ്സിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചാടി ഇറങ്ങുക. ഇപ്പോൾ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വ്യക്തി ആരാന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ ബസ് നിർത്തിയെടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇറങ്ങിയ ആളാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. അപകട കാരണമൊന്നും വ്യക്തമല്ലെങ്കിൽ കൂടി ബസ്സിൽ നിന്ന് ബസ് നിർത്താതെ ഇറങ്ങുന്നതും അതേസമയം ബസ് എടുക്കുന്ന സമയത്ത് ഓടി വന്ന് കയറുന്നതൊക്കെ ആളുകൾക്ക് സ്ഥിരമായി ആളുകൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതും വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതിനോട് ഞാൻ വളരെ യോജിക്കുന്നുണ്ട്. കാര്യം നമ്മുടെ ബസ്സുകൾക്ക് അടിയന്തരമായി വേണ്ട ഫിറ്റിംഗ്സ്, അത് ഡ്രൈവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ന്യൂമാറ്റിക് ഡോറ് പ്രൈവറ്റ് ബസ്സുകൾക്കും വേണം. കാര്യം ധാരാളം ആൾക്കാർ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രായമായ അമ്മച്ചി ഡോർ എപ്പോഴും ഈ പ്രൈവറ്റ് ബസ്സിൽ തുറന്നായിരിക്കുന്നത്. അപ്പൊ വണ്ടി ഒരു ടേൺ എടുക്കുന്ന സമയത്ത് ആ അമ്മച്ചി തെറിച്ച് വെളിയിൽ വീണ് തലയടിച്ച് വീണ് മരിച്ചു. അപ്പോ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രദ്ധിക്കേണ്ടത്, ഈ നമ്മുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്കൊക്കെ ന്യൂമാറ്റിക് ഡോറുണ്ട്, അത് ഡ്രൈവർ ഓപ്പറേറ്റഡ് ആണ്. അതേപോലെ ഡോറ് ബോഡി ബിൽഡ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് ബസ്സുകൾക്കും നമ്മുടെ KSRTCയുടെ സാധാരണ ബസ്സുകൾക്ക് ന്യൂമാറ്റിക് ഡോറുകൾ വേണം. അത് ഡ്രൈവർ ഓപ്പറേറ്റഡ് ആവുമ്പോൾ ഡ്രൈവർ വണ്ടി നിർത്താതെ അത് ഓൺ ചെയ്യില്ലല്ലോ. അങ്ങനെയൊക്കെ മനുഷ്യജീവൻ രക്ഷിക്കാൻ പറ്റൂ. അത് അധികാരവർഗം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം, എനിക്ക് തോന്നുന്നത് ഹതഭാഗ്യൻ, എന്തോ മറന്നിട്ടുണ്ടാവും, അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി ഓടിയതാകാം, അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുള്ള ആളായിരിക്കാം. എന്തായാലും ഒരു അപകടം, ഗുരുതരമായ പരിക്ക് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ആ ഡോർ അടഞ്ഞു കിടന്നിരുന്നെങ്കിൽ അദ്ദേഹം ചാടില്ലായിരുന്നു. അത് അടയാതിരിക്കാൻ ഡോറ് തുറന്നിരുന്നതാണ് പ്രശ്നം ഉണ്ടായത്. അടയ്ക്കാനുള്ള വിദ്യ അത് ന്യൂമാറ്റിക് ഡോർ തന്നെയാണ്.
ഡ്രൈവർ ഓപ്പറേറ്റഡ് ഡോറ് പിടിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നാം എല്ലാം വിചാരിച്ചാലേ അപകടം കുറയുള്ളൂ. അതേപോലെ കോടതികളും നിയമങ്ങളും എല്ലാം തന്നെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനായിട്ട് പ്രവർത്തിക്കണം. പുതിയ നിയമങ്ങൾ വരണം. വാഹനത്തിനകത്ത് അൽക്കോമീറ്റർ പോലെയുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ പിടിപ്പിക്കണം. കാര്യം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ റോഡ് അപകട മരണമുള്ള രാജ്യമാണ്. അത് ഒട്ടും ഭൂഷണമല്ല നമുക്ക്. നമ്മുടെ നാട്ടിൽ തന്നെ എത്രത്തോളം ചെറുപ്പക്കാരാണ് റോഡിൽ മരിച്ചു വീഴുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകൾ മരിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത ലേഡി നിരപരാധിയാണ്. അവരിതൊന്നും അറിയുന്നില്ല. അപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിക്കുകയരുത്. കാര്യം അത് നിങ്ങൾ അപകടത്തിലേക്ക് ചാടും, നിങ്ങൾക്ക് അപകടം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ടൂ വീലർ ഓടിക്കുന്നവർ അതീവ ജാഗ്രതയോടെ ഓടിക്കണം. റോഡ് മുറിച്ച് വണ്ടി എടുക്കുമ്പോൾ രണ്ടു വശവും നോക്കണം. റോഡിന്റെ ഇടതുവശം പരമാവധി ചേർത്ത് ഓടിക്കുക. ഒരിക്കലും റോഡിന്റെ നടുവിലൂടെ പോയാൽ നിങ്ങൾക്ക് അപകട സാധ്യത വളരെ കൂടുതലാണ്. ദൈവത്തെ ഓർത്ത് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുക. അത് നമുക്ക് വലിയൊരു ദുഃഖം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിനുണ്ടാകും. കുടുംബം അനാഥമായി പോകും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.